അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്ലാസി ആയിട്ടുള്ള നല്ലൊരു ക്രേപ്പ് ജോർജറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ ആണ് ഇന്ന് കാണിക്കുന്നത്. വിത്ത് ദുപ്പട്ടയാണ്. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. നല്ല രസമായിട്ടുള്ള കളേഴ്സും ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട്. നല്ല ഭംഗിയുള്ള റെഡ്, അതുപോലെ യെല്ലോ, പീച്ച്, ലാവണ്ടർ, പിങ്കിൻ്റെ ഒക്കെ നല്ല ടോൺസാണ്. നിങ്ങൾക്ക് നല്ലൊരു ഇവൻറ്റ്, നല്ലൊരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ വളരെ ക്ലാസി ആയിട്ട് നമുക്ക് നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യാവുന്ന നല്ലൊരു ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഇത് കാണിച്ചു തുടങ്ങാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഇട്ടിരിക്കുന്നത് നല്ല റെഡ് ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള, എനിക്ക് വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബ്രൈറ്റ്, പക്ഷേ നല്ല ഭംഗിയുള്ള റെഡ് എന്ന് പറയില്ല, ഇത്രയും പിക്ക് ചെയ്തിട്ടുള്ള അത്ര രസമായിട്ടുള്ള ഒരു റെഡാണ്. അതിലാണ് ഈ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ യോക്ക് പാർട്ട് തന്നെയാണ്. കംപ്ലീറ്റ്ലി ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ. അതിൽ ഏറ്റവും രസമായിട്ട് അതിൻ്റെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ പാറ്റേൺ ഓഫ് വർക്കാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ യോക്ക് പാർട്ട് തന്നെയാണ്. നമ്മൾ ഒരു ലേസ് ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു പിൻടെക്സ് ഒക്കെ കൊടുത്ത് അതിൽ ഹാൻഡ് വർക്ക്സും കൂടി കൊടുത്തിട്ടുള്ള അതിൻ്റെ ആ ഒരു ഭംഗി, അതിൻ്റെ എസ്തറ്റിക് ലുക്ക് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവൻ ദുപ്പട്ട ഇല്ലാണ്ട് നിങ്ങൾക്ക് അത് പ്രസൻറ്റ് ചെയ്യാം. കുറച്ചുകൂടി ഒരു ഒഫീഷ്യൽ പാർട്ടി വെയർ ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് ഈ ദുപ്പട്ടയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ റിച്ച്നെസ് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം നമ്മൾ ഒരു ഡിഫറെൻറ്റ് ഒരു മോഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ഏറ്റവും ഭംഗിയായിട്ട് ഇങ്ങനെ കിട്ടുക. അതുപോലെ തന്നെ സ്ലീവിൽ നമ്മളത് ആ ലേസ് അറ്റാച്ച് ചെയ്ത് അതിൽ ഹാൻഡ് വർക്ക് സ്റ്റൈലിംഗ് കൊടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കുറച്ചും കൂടി എലിവേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്ര രസമുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇത് കൂടാതെ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് ആ ഒരു ലേസിൻ്റെ കോൺസെപ്റ്റ്, ഇപ്പോൾ മുടി കെട്ടി വെക്കുന്നവർക്ക് ഒന്നും പറയാനില്ല, അത്ര രസമായിരിക്കും. ഇവൻ ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് ഒന്നും കൂടെ രസമായിരിക്കും. അപ്പോൾ അതും അതിൻ്റെ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു എലിമെൻ്റ് ആണ്. അപ്പോൾ ഞാനിത് എടുത്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ യോക്ക് പാർട്ട് വരുന്നത്. ഇത്ര രസമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി ഒക്കെ കീപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു യോക്ക്. അതിന് നമ്മൾ ഈ ബാക്ക് സൈഡും കൂടെ ഈ ഒരു കോൺസെപ്റ്റ് ആഡ് ചെയ്തപ്പോൾ കുറച്ചും കൂടി രസമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും 4 സൈഡ് ഇത്രയും നല്ലൊരു ലേസ് കോർപ്പറേറ്റ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണിച്ചു തുടങ്ങാം. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള യെല്ലോ ആണ്. ഭയങ്കര ബ്രൈറ്റും അല്ല ഭയങ്കര ഡള്ളും അല്ല, അങ്ങനത്തെ നല്ലൊരു ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിനതുപോലെ 4 സൈഡ് ലേസ് വെച്ചിട്ടുള്ള ഒരു ദുപ്പട്ട, ദ സെയിം യോക്കിലാണെങ്കിൽ നല്ല വർക്ക് നോക്കുക, നല്ല ഭംഗിയായിട്ട് എന്താ പറയുക, ഹാൻഡ് വർക്കും ലേസും അതുപോലെ അതിൻ്റെ പിൻടെക്ക് വന്നിട്ടുള്ള യോക്ക് എല്ലാം കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു പാറ്റേൺ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഈ ഒരു പാറ്റേൺ വരുമ്പോൾ ഭയങ്കര എലഗൻസ് ആണ്, നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് കളർ വരുന്നത്. ഇനി തേർഡ് കളർ നോക്കാം. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്രൈറ്റ് പീച്ച് ഷെയ്ഡാണ്. ലൈറ്റ് അല്ല, ബ്രൈറ്റ് ആണ്, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ടോൺ കൂടി കയറി വരുന്ന അങ്ങനത്തെ ഒരു പീച്ച് ഷെയ്ഡ്. അപ്പോൾ അതിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു വർക്കിൻ്റെ നമ്മൾ നേച്ചർ ഒന്ന് മാറ്റിയിട്ട് ഗോൾഡൻ അല്ലാതെ വൈറ്റ് കോമ്പിനേഷനാണ് നമ്മൾ ആഡ് ചെയ്തത്. ഓരോ ബേസിനനുസരിച്ച് നമ്മൾ അതിൻ്റെ വർക്കിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഒരു പാറ്റേൺ ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഓരോ ബേസിനനുസരിച്ച് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആ ഒരു നോളജ് എക്വയർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബൈ എക്സ്പീരിയൻസ് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ്, അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ യോക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു കോമ്പിനേഷനിലൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടാണ് ഓരോ ഫ്ലവേഴ്സും അതുപോലെ സൈഡിലുള്ള ഫ്ലവേഴ്സ് അടക്കം നമുക്ക് ആ ബസ്റ്റ് കവർ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ്സിലായാലും ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ദുപ്പട്ട ഓൾ ഓവർ ആ ഒരു ദുപ്പട്ട ആ ലേസ് വരുമ്പോൾ ഉള്ള ഒരു ഭംഗി, അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് കളർ കൂടി നോക്കാം. നെക്സ്റ്റ് കളർ വരെ നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ടോൺ, നല്ല രസമായിട്ടൊക്കെ കാണാം, നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. അതിൽ ഇതുപോലെ തന്നെ അതിൻ്റെ വർക്ക് കോമ്പിനേഷൻ ഒരു വൈറ്റ് ആയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വന്ന് നോക്കി നോക്കുമ്പോൾ അതുപോലെ ഈ ദുപ്പട്ടയുടെ 4 സൈഡിലും ആ ഒരു ലേസ് കോൺസെപ്റ്റും അതുപോലെ തന്നെ ആ ഒരു യോക്ക് ഫുൾ കവേർഡ് ആയിട്ട് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്ലാസിയാണ്. അതുപോലെ ബാക്കിലും ഈ ലേസസ് ഇങ്ങനെ വരുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നല്ല നമുക്ക് പാർട്ടിക്കൊക്കെ ഭയങ്കര സുഖമായിട്ട് പോകും. അതുപോലെ ഈ ഒരു ഫാബ്രിക്കും ക്രേപ്പ് ജോർജറ്റ് വരുമ്പോൾ നല്ല സുഖമാണ് മൊത്തത്തിൽ ഇടാനും. അപ്പോൾ നമുക്ക് അടുത്ത കളറും കൂടി കണ്ടുനോക്കാം. ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത്. ഒരു മോട്ടോൺ ഷെയ്ഡിലാണ്. ഇതിലും നമ്മൾ അതിൻ്റെ ബേസ് അനുസരിച്ച് ഹാൻഡ് വർക്ക് സ്റ്റൈലിൽ വ്യത്യാസം വരുത്തി നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്ലാസി ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള നല്ലൊരു കുർത്തി കം ദുപ്പട്ട സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ യോക്ക് നോക്കുക, നല്ല ഭംഗിയുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അതിനെ കൊണ്ടുവന്ന് ആ ഒരു ഫീല് കൊണ്ടുവരാമെന്ന് പറയുന്നതും അതിൻ്റെ സ്റ്റിച്ചിങ്ങും പിൻടെക്സും അതിലുള്ള ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സും എല്ലാം നമ്മൾ ഒരു നല്ലൊരു എഫേർട്ടാണ് അതിനകത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സ്റ്റൈലിൽ വരുന്ന ആ ഒരു ലേസ് കോൺസെപ്റ്റ്, ഈ ഒരു ദുപ്പട്ട ഓൾ ഓവർ ലേസൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ക്ലാസി ഫീലിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ പെട്ടെന്ന് വേണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക. 9946519063. താങ്ക് യു.